വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്ന് ഞാൻ നമ്മൾ മോളുകളിലും മറ്റും കണ്ടിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് എത്തിയിട്ടുള്ളത്, ഐസ്ക്രീം റോൾസ്. നമ്മളിത് വാങ്ങിക്കാൻ പോയാൽ അത്യാവശ്യം എക്സ്പെൻസീവാണ്. കാരണം അവരിതിന് വേണ്ടിയിട്ടുള്ള മെഷീനും ടൂൾസും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? അതേ ഫ്രഷ് ടേസ്റ്റിൽ തന്നെ ഈസി ആയിട്ട്, അത് ഒരു മെഷീനും ഇല്ലാതെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ 2 ഫ്ലേവറിലാണ് ഈ ഐസ്ക്രീം റോൾസ് ചെയ്യുന്നത്. ആദ്യത്തേതിനായിട്ട് ഞാൻ ഒരു പഴുത്ത അൽഫോൺസ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇത് ഞാനൊരു വലിയ സ്റ്റീൽ പ്ലേറ്റിലിട്ടിട്ടുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറൊക്കെ വിളമ്പി വെക്കുന്ന പാകമില്ലേ, ആ ഒരു വലിപ്പമുള്ള സ്റ്റീൽ പ്ലേറ്റാണ്. 12 ഇഞ്ചിൻ്റെ സ്റ്റീൽ പ്ലേറ്റാണ്. അപ്പോൾ ഇത്രയും വലിയ പ്ലേറ്റ് ഉണ്ടായാൽ തന്നെ നമുക്കിത് നന്നായിട്ട് മുറിച്ചെടുക്കാനുള്ള പാകത്തിൽ കിട്ടുള്ളൂ. നമുക്കിത് റോൾ ചെയ്ത് ചുറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നീളം വേണമല്ലോ. അപ്പോൾ വലിയ പ്ലേറ്റ് തന്നെ ഉപയോഗിക്കാം. പിന്നെ അവരുപയോഗിക്കുന്ന സ്ക്രേപ്പേഴ്സിന് പകരം ഞാൻ 2 ചട്ടുകമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒതൻറ്റിക്കായിട്ട് അവർ ഇതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടിഞ്ഞു പോകരുത്, തരിതരിപ്പായിട്ട് തന്നെ കിട്ടണം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഹെവി ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് മധുരമുള്ള ഹെവി ക്രീമാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ 1 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മാങ്ങയുടെയും മധുരവും കുറച്ചും കൂടെ വേണ്ടി വരുമല്ലോ. നമ്മൾ എങ്ങനെയാണെങ്കിലും ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി മധുരം ഇടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഉടച്ചുകൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമുക്ക് ഉറച്ച് കിട്ടണം. ഒരു 3-4 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. അപ്പോഴേ നമുക്കിത് കറക്റ്റായിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലും ചെയ്യുന്നുണ്ട്. 4 പഴുത്ത സ്ട്രോബെറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രൂട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഉടച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഉപയോഗിക്കാം, ഓറിയോ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ഏത് ഫ്രഷ് ഫ്രൂട്ട് ആണെങ്കിലും. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിക്കു അവൈലബിൾ ആയിരിക്കും, അതുപോലെ ബനാന, നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രോബെറി നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് ഹെവി ക്രീം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടൻസ് മിൽക്കും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതും ഫ്രീസറിൽ സെറ്റ് ആവാൻ വെക്കാം. സാധാരണ അവർ മെഷീനിൽ ചെയ്യുമ്പോൾ അവരിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഫ്രീസാവും. കാരണം അവരുടെ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രീസാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഐസ് പോലുള്ള എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിൽ പ്ലേറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രീസായി കിട്ടും. ഇതില്ലാത്തതിനെ കൂടെ നമുക്ക് ഫ്രീസറിൽ വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 hours കഴിഞ്ഞ് ഞാൻ ആദ്യത്തെ നമ്മൾ വെച്ചിട്ടുള്ള മാംഗോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പെർഫെക്റ്റ് റോളായിട്ട് കിട്ടും. അപ്പം ഞാനൊരു അറ്റം പരന്നിട്ടുള്ള ഒരേ ഷേപ്പിലുള്ള സ്പാച്ചുലയാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ അടിയിൽ നിന്ന് നമ്മളിങ്ങനെ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ മേലെ ഇങ്ങനെ റോളായിട്ട് വരും. അപ്പോൾ അത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള റോളായിട്ട് വരും. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഇതിവിടെ ഉണ്ടാക്കിയിട്ട് നല്ല അടിയും ബഹളവും ആയിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് സ്ട്രോബെറി ചെയ്തിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് മാംഗോ ഫ്ലേവറാണ്. പിന്നെ കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് സ്ട്രോബെറി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സ്ട്രോബെറി ഫ്ലേവർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതും മാംഗോ റോൾ ചെയ്ത പോലെ തന്നെ അടിയിൽ നിന്ന് നന്നായിട്ട് തിക്കി കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ചുരുട്ടിയെടുക്കാം. പിന്നെ ഈ ചുരുട്ടിയെടുത്തതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിങ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി അട്രാക്റ്റീവ് ആവും. അതുപോലെ ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർ മുന്നും ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഷോ സ്റ്റോപ്പർ ആയിരിക്കും. ആ പരിപാടി തന്നെ എല്ലാവർക്കും ഭയങ്കര അട്രാക്റ്റീവായിട്ട് പുതിയൊരു ഐറ്റം വന്നല്ലോ എന്നുള്ള പോലെയാവും. ഞാനിത് കുറച്ചൊരു ബിസ്ക്കറ്റും ചോക്ലേറ്റ് സിറപ്പൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.